പെട്ടെന്ന് പുല്ലിലോട്ട് വീണ ഒരു 10 സെക്കൻഡ് ഉണ്ട്. അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കി ഒരു 10 സെക്കൻഡിനുള്ളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, 10 സെക്കൻഡ് ഉണ്ട്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 സെക്കൻഡായി. നമ്മളിനി ഇവിടുന്ന് എങ്ങോട്ട് പോകും? ഇങ്ങോട്ട്. അയ്യോ, ഇങ്ങോട്ട് വെച്ചിട്ട് ഇപ്പം എന്നെ വാങ്ങണ്ടി. പുല്ലി തൊടാനും പറ്റത്തില്ല, അത് വേറെ കാര്യം. ഇവിടോട്ടിങ്ങ് വെച്ചേക്കാം. പുല്ലി ചവിട്ടരുത്. പുല്ലി കയറുന്ന വേണ്ടി പുല്ലി ചവിട്ടരുത്. ഇതങ്ങ് പൊളിച്ചെടുക്കാം. ഉണ്ടേ, അത് പുല്ലിലോട്ടും പോയി വീണ്. നമുക്ക് ഇവിടുന്ന് മരം മുറിക്കാം. ഇതിന് നമുക്ക് റിസോഴ്സസ് ഒന്നും വേണമെന്നില്ല. ഒരു ഡേ ഇന്ന് സർവൈവ് ചെയ്യണം. ഒരു ഡേ സർവൈവ് ചെയ്താൽ മാത്രം മതി. അത് അവിടെ പോയി വീണ്. പുല്ലി ചവിട്ടരുത്. പുല്ലി ചവിട്ടിയോ ഇല്ലോ, ഞാൻ എവിടെ ചെല്ലും പുല്ലി ചവിട്ടുന്നുണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പുല്ലിലല്ല ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അടി തന്നെ സാധനം എന്തെങ്കിലുമൊക്കെ ഒരു പാവം സാധനമാണ്, ഒന്നും ചെയ്യാനൊന്നും പോകണ്ട. ഓക്കെ, അപ്പോൾ പുല്ലി നമ്മൾ ചവിട്ടാതാണ് ഇതുവരെ നമ്മൾ. മരം എന്തിയേ? വെട്ടിയ മരം. പുല്ലി ചവിട്ടരുത്. ഓക്കെ, അയ്യോ, ചവിട്ടിയില്ലെന്നാണെന്നോ എൻ്റെ ഇത്. നമുക്ക് ആദ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ പുല്ലി വെക്കണ്ട, ഇവിടെ വെക്കാം. ഇവിടെ പുല്ലൊന്നും അല്ല, പേടിക്കണ്ട. ഓക്കെ, നമുക്കപ്പോൾ ഇതുകൂടെ അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഇതൊരു ഇത്ര ഇരിക്കട്ടെ. പിക്കാക്സ് ഇതിൻ്റെ ആവശ്യമുള്ളല്ലേ? ഇതിൻ്റെ രണ്ടിൻ്റെ ആവശ്യമുള്ളൂ. എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ പോയി കിടക്കുന്നേ. എന്നാ മാങ്ങാണ്ടി കാണിക്കാനാണ് നമുക്ക് എവിടുന്നേലും ഒരു മാങ്ങാണ്ടി ഒപ്പിച്ചെടുക്കണം. ഞാൻ 2 വശത്തുനിന്നും പെട്ട് നിൽക്കുമോ. ഇനി ഞാൻ എന്നാ ചെയ്യും? നമ്മൾ ഇതങ്ങ് എടുക്കാം. 2 നമുക്ക് കിട്ടി. ഇച്ചിരി അടുത്ത്. പുല്ലി ഞാൻ ചവിട്ടിയില്ലേ. ചാടി ഇടുക. ഓക്കെ, ഏതാ നമ്മൾ പ്രോ പ്ലെയർ. മരത്തിൻ്റെ അല്ല തൊട്ട പ്രശ്നമില്ല, യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അത് പുല്ലല്ല, മരത്തിൻ്റെ അല്ല പുല്ലല്ല. ഓക്കെ, പുല്ലി ചവിട്ടിയാലെന്നാണ് പറഞ്ഞത്, മരത്തിൻ്റെ അല്ല പുല്ലല്ല. മനസ്സിലായില്ലേ? നമുക്കത് ഇതെല്ലാം വെട്ടിയെടുത്ത് നമുക്ക് ഇച്ചിരി തല ഒന്ന് പൊങ്ങി വയ്ക്കാൻ പാകത്തിന് റെഡിയാക്കാം. ഞാൻ പുല്ലിലൊന്നും ചവിട്ടുന്നില്ല, ഞാൻ മര്യാദയ്ക്ക് കളിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങനെ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എടുത്താ നമുക്ക് മരത്തിന് മണ്ടേ കയറാമല്ലോ. അയ്യോ, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, അത് കുഴപ്പമില്ല. അല്ലത് ആവശ്യമുണ്ട്. ഇനി അത് ആവശ്യം ഉണ്ടായിരുന്നു നമ്മൾ പുല്ലിലോട്ട്. ഇത് മൈൻക്രാഫ്റ്റ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഒരു കടുവ ഉണ്ട് അവിടെ ഇരിക്കുന്നത്. കടുവ ചാടിക്കോ. ഞാൻ പുല്ലിലല്ലേ, പച്ചയിലാണേ. നമുക്ക് വെള്ളത്തിലൂടെ ചാടിയാലോ. പക്ഷെ അതിന് മുമ്പ് ഒരു ബോട്ട് ഉണ്ടാക്കണേ മരം വേണം. നമ്മുടെ ഒന്നുമില്ല ഗൈസ്. ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ പൊളിച്ചെടുക്കാം. നമുക്ക് വെള്ളത്തിലൂടെ ആടാം. നമുക്കൊരു ബോട്ട് ഉണ്ടാക്കാം അല്ലേ? ബോട്ട് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ പുല്ല് ചവിടുന്നുണ്ടോ നോക്കാം. ഞാൻ പോസ് ചെയ്യുന്നില്ല ഗൈസ്. വീഡിയോ പോസ് ചെയ്യാതെ ഞാൻ കളിക്കാം. ഞാൻ പുല്ലി ചവിട്ടും. അയ്യോ, ഇത് പൊളിച്ചാൽ മിക്കവാറും അതാവൂ. നോക്കട്ടെ. ഗൈസ്, ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാ. 3 ചാൻസ് ഉണ്ട്. ഇപ്പോൾ 1 ചാൻസ് പോയതേ ഉള്ളേ. കേട്ടോ, പേടിക്കണ്ട. നമുക്കത് ഇച്ചിരി സാഡൽ വലിച്ചെടുക്കാം. ഇവിടെ ഇച്ചിരി ഇതുണ്ട് ഗൈസ്. പക്ഷേ രാത്രിയായി. നമ്മൾ എന്നാ ചെയ്യും? ഈ രാത്രി സർവൈവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 3 ചാൻസ് ഉണ്ട്. 3 ചാൻസേ. 3 പ്രാവശ്യം പുല്ലി ചവിട്ടിയാൽ നമ്മൾ ചാവും. നമുക്ക് പോകാൻ വേണമെങ്കിൽ 1 പ്രാവശ്യത്തെ ചാൻസ് കഴിഞ്ഞ്. ഞാൻ നല്ല സത്യസന്ധമായിട്ട് കളിക്കുന്നത്. 1 പ്രാവശ്യത്തെ ചാൻസ് കഴിഞ്ഞ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നിങ്ങൾ കേൾക്കാത്തതാണെന്നോ എനിക്ക് സംശയം. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നതാണ്. പക്ഷേ നമുക്കിനി ഇവിടെ രാവിലെ വരെ നമുക്ക് ഇവിടുന്ന് എവിടെയും പോകാൻ പറ്റത്തില്ല. അതിനിപ്പോൾ തന്നെ പറ്റും. ഇവിടെ സാടലുണ്ട്. പുല്ലല്ലല്ലോ, പേടിക്കണ്ട. എൻ്റെ ബുദ്ധി ഒരു അപാര ബുദ്ധി തന്നെ. നല്ലൊരു സ്ഥലത്ത് സ്പോണായ അത് വേറെ കാര്യം. സിംഹം പോട്ട്. ചുമ്മാനെ കടിക്കരുത് ബ്രോ. ഹായ്, എന്നെ ഒന്ന് വണ്ടി കയറ്റാമോ? വണ്ടിയും പോട്ട്. പറഞ്ഞ പോലെ എനിക്ക് തിന്നാനൊന്നുമില്ല. പശു ആണെങ്കിൽ അവിടെ, പശുവല്ല ആട്, അത് അവിടെ. സിംഹത്തിന് ഫുഡ്. നമുക്കിവിടെ നിൽക്കുന്ന ഒരു സേഫായിട്ടുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ സ്പൈഡർ. നമ്മുടെ 3 ചാൻസും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചത്ത്. ഓക്കെ, നമുക്ക് സോംബിയൊന്നും ഇങ്ങോട്ട് വരത്തില്ല, പേടിക്കണം. ഓക്കെ, അപ്പം നമ്മളിവിടുന്ന് പുല്ലൊന്നും ഇല്ലാത്തടത്ത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൊണ്ട് സേഫാ.
നമുക്കത് ഇവിടുന്ന് ഇവിടെ ഒരുട്ടൊക്കെ മാറിപ്പോകാം. അതുപോട്ടെ, നമ്മളിപ്പോൾ ഒരു ചാൻസ് നമ്മുടെ പോയി, അതുകൊണ്ട് കുഴപ്പമില്ല. 3 ചാൻസ് ഉണ്ട്. ആ ഏരിയയിലൂടെ നമുക്ക് പോകണ്ട. അവിടെ സ്പൈഡർ ഗൈസ്, ഇവിടെ ഇതെല്ലാം സ്പോണായിക്കൊണ്ടിരിക്കുക. നമുക്ക് ഈടെ ഒന്ന് സർവൈവ് ചെയ്താൽ മതി, പുല്ലി ചവിട്ടാതെ. പുല്ലി ഒരു ചവിട്ടി ഇവിടെ സർവൈവ് ചെയ്താൽ നമ്മുടെ വീഡിയോ നിൽക്കും കേട്ടോ. ഇപ്പോൾ ഒരു ഫൈറ്റ് ഉണ്ടാക്കിയാലും എങ്ങനെയുണ്ട്? നമുക്കാദ്യം ക്രീപ്പറിനെ വേണം. ക്രീപ്പറേ ഇങ്ങോട്ട് വാ. എല്ലാ ചേട്ടന്മാരും വാ. പൊട്ട് പെട്ടെന്ന് പൊട്ടറ എടാ. അയ്യോ, ഞാൻ ചത്തായ നമ്മുടെ വീഡിയോ നിൽക്കും കേട്ടോ. പെട്ടെന്ന് പൊട്ടിക്കോ. ഓക്കെ, അങ്ങനെ തന്നെ പൊട്ടർമാൻ. നീ ഗൈസ്, ഈ പൊട്ടനെ ഇവന് ഭയങ്കര അഹങ്കാരം എന്നതിനോട് പറയുന്നത്. അഹങ്കാരം കാണിക്കുന്ന ഒരു തെറ്റായ സ്വഭാവം. അയ്യോ, ഓടിക്കോ. ഞാനിതോ കുളത്തിൽ വീണ്. കുളത്തിൻ്റെ അകത്ത് മുങ്ങിയ ശ്വാസം കിട്ടത്തില്ല. അപ്പം നിനക്ക് എന്നാടാ അസുഖം? നീ പോ. അസുഖം കാണിക്കുന്നവൻ ഗൈസ്. അപ്പം നമുക്ക് ഞാനീ അങ്ങനെ അകത്ത് കയറുമെന്നാണ് ഇപ്പം എൻ്റെ സംശയം. എൻ്റെ ഇതൊക്കെ ഉണ്ട്, ഞാൻ ഇതുവഴി എങ്ങനെയാലും വലിഞ്ഞു കയറാം. പക്ഷെ ഇവിടെ ഇതുണ്ട്. ഒന്നുമില്ല, പേടിക്കണ്ട. ഓക്കെ, അങ്ങനെ പറ്റത്തില്ലേ? ഇതങ്ങ് പൊട്ടിച്ചെടുക്കാം. പക്ഷെ നമുക്ക് തിന്നാനൊന്നുമില്ല, അതും ഒരു കാര്യമാണ്. തിന്നാനൊന്നുമില്ലേ നമ്മളങ്ങനെ ഇവിടെ അങ്ങനെയാണത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, സോംബിയുടെ ചുമ പോയി കടി മേടിക്കണം. എൻ്റെ ഹാർട്ടില്ല, തിന്നാനൊന്നുമില്ല. ഞാൻ ഈ ഐലൻഡിൽ മാത്രമാണ് താമസിക്കുന്നത്. ഓടിക്കോ സോംബി. ഇവിടുന്ന് പോകേണ്ട സമയമായെന്നാണ് എൻ്റെ സംശയത്തിൽ പറയുന്നത്. ഇവിടുന്ന് പോകേണ്ട സമയമായി ഗൈസ്. ഞാൻ ഇവിടുന്ന് പോവാ. ഓക്കെ, ബൈ. ഇവിടുന്ന് പോയാലും ഇപ്പോൾ എനിക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. ഇത് കൊള്ളാമല്ലോ. കൊള്ളാം ഗൈസ്. അപ്പം നമുക്ക് എന്നാടാ എനിക്കൊരു പുറകിൽ നിന്നൊരു വലി. ഓക്കെ, നമുക്കതൊന്നും നോക്കണ്ട. നമുക്ക് നേരെ അടിച്ചങ്ങ് പറന്നങ്ങ് പോയേക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് സിംഹത്തിനൊന്ന് വന്നാലും. ഇവിടെ ക്രീപ്പർ ഇങ്ങോട്ട് വാ.